ഒരു പ്രദേശത്ത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളെയും തകർത്തെറിഞ്ഞായിരുന്നു കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. വെള്ളം കയറിയും ചെളി നിറഞ്ഞും ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. വ്യാപാരികൾക്കുണ്ടായ നഷ്ടം നികത്താൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് 2 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞെങ്കിലും ഒരു സഹായവും ഇതുവരെ ലഭിച്ചില്ല. ജനം ടിവിയുടെ പരമ്പര തുടരുന്നു. വിലങ്ങാടിന്റെ വിലാപങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ വിലങ്ങാട് കവലയിൽ ഇങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. മണ്ണ് നിറഞ്ഞും ചെളിയടിഞ്ഞും വെള്ളം കയറിയും ഉരുൾപൊട്ടൽ സമയത്ത് വലിയ നഷ്ടമാണ് ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ടായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ ഇവിടുത്തെ വ്യാപാര മേഖല പൂർണ്ണമായും ഇല്ലാതായി. 12ഓളം കടകൾ നഷ്ടപ്പെട്ടു പോയി. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ സൊസൈറ്റിയിലേക്കുള്ള വഴികൾ അത് പൂർണ്ണമായിട്ടും പോയി. പിന്നെ ആ പാലത്തിൽ വന്ന് വെള്ളം തങ്ങിയിട്ട് ഈ അങ്ങാടിക്ക് അധികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ ഒട്ടനവധി കടകളിൽ വെള്ളം കയറി. മലഞ്ചരക്ക് പീടികളിലൊക്കെ ആണെങ്കിലും കുരുമുളക് ഇരുന്നതും അതുപോലെ തന്നെ റബ്ബർ 4 ഷീറ്റ് വാങ്ങി വെച്ച സാധനങ്ങളും ഒരു അപ്രതീക്ഷിതമായി ഇപ്പം നമ്മൾ നിൽക്കുന്ന അതേ കാലാവസ്ഥയിൽ നിന്ന സമയത്താണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം വന്നതെന്നാലേക്കും. അപ്പോൾ ആരും ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്ന സാധനമല്ല. അതിനുശേഷമുണ്ടായ നടപടിക്രമങ്ങളോ ഇല്ലെങ്കിൽ സർക്കാർ എല്ലാവരും വന്ന് വാഗ്ദാനങ്ങളൊക്കെ കൊണ്ടമാനം നടത്തി ഞങ്ങളിപ്പം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഉള്ളതെല്ലാം വിറ്റുപറിക്കിയും കടം വാങ്ങിയുമാണ് മെല്ലെ പഴയ അവസ്ഥയിലേക്ക് ഇവിടുത്തെ വ്യാപാരികൾ എത്തുന്നത്. വ്യാപാരികൾക്ക് വേണ്ടി വലിയ സഹായമായിരുന്നു അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ 2 വർഷങ്ങൾക്കിപ്പുറവും ഇവർക്ക് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. കൂടാതെ പ്രദേശത്തു നിന്നും ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുമാകുന്നു. ശരിക്കും ആരും ഇങ്ങോട്ട് വരാനുള്ള ആളുകളുടെ എണ്ണം തന്നെ പോയി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറേ ആളുകൾ ഒഴിവായിപ്പോയി. പോയപ്പോൾ ഒരു കുടുംബം ഒഴിവായി പോകുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും. അപ്പോൾ എത്ര പേരാ അങ്ങനെ 10-40 കുടുംബങ്ങൾ ഇവിടുന്ന് ഒഴിവായി പോയവരുണ്ട്. അത്രയും ആളുകളുടെ പോക്ക് ഇവിടെ വ്യാപാര മേഖലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ വല്ലാതെ പോയതുണ്ട്. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്നറിയില്ല. പുതിയ സർക്കാരെങ്കിലും തങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കി അടിയന്തരമായി ധനസഹായം നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.